കൊണിച്ചു മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സോളോ ലെവലിംഗ് സീസൺ 5 എപ്പിസോഡ് 1 ആണ്. അഥവാ സോളോ ലെവലിംഗിൻ്റെ സൈഡ് സ്റ്റോറീസ് ആയിട്ടുള്ള ചാപ്റ്റർ 180 181. സോ ഈ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പ് സോളോ ലെവലിംഗിൻ്റെ സീസൺ 3 സീസൺ 4 നിങ്ങൾ കംപ്ലീറ്റ്ലി കണ്ടെന്ന് എന്തായാലും ഉറപ്പുവരുത്തണം. ഇല്ലെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ചാപ്റ്ററിൻ്റെ അത് നമ്മൾ മെയിനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ജിൻവു നമ്മുടെ എർത്തിലേക്ക് വന്നു കഴിഞ്ഞ് അവൻ ഹൈസ്കൂളിലേക്ക് കടന്നിട്ടുണ്ട്. ഇനി എന്ത് സംഭവിക്കുമെന്നാണ് ഈ ഒരു ചാപ്റ്റേഴ്സിൻ്റെ അത് നമ്മൾ മെയിനായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്തായാലും അധികമൊന്നും പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. സോ ഒരേ ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട. ഇനി എല്ലാ ദിവസവും ഈവനിങ്ങിലായിരിക്കും നമ്മൾ സോളോ ലിവിംഗിൻ്റെ സീസൺ 5 കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് ഒരു പോലീസ് സ്റ്റേഷനാണ് കാണിക്കുന്നത്. അവിടെ ഒരാൾ പറയുന്നുണ്ട്, ഞാൻ എന്തോ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തോ ഒന്ന് മറന്നിട്ടുണ്ട്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഏതൊരു മെമ്മറീസ് മറന്നതുപോലെയാണ് എൻ്റെ മനസ്സെന്നോട് പറയുന്നത്. പക്ഷേ ഞാൻ എത്ര വട്ടം അത് ആലോചിക്കാൻ ശ്രമിച്ചാലും അവിടെ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഓരോ തവണ ഞാനത് ആലോചിക്കാൻ ശ്രമിക്കാൻ നേരത്ത് എൻ്റെ ഉള്ളിൽ ആ ഒരു എംപ്റ്റിനെസ് ഇങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കുവാണ്. ഇത് പറയുന്ന മറ്റാരുമില്ലായിരുന്നു, നമ്മുടെ വൂ ആയിരുന്നു. പുള്ളിക്കാരൻ ഇപ്പോൾ കഴിഞ്ഞ 4 വർഷമായിട്ട് ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേറ്ററാണ്. പെട്ടെന്ന് അവൻ്റെ കൂടെ ഉണ്ടെന്ന ഒരു കൊളീഗ് അവനൊരു കാപ്പി കൊടുത്തിട്ട് പറയുന്നുണ്ട്, എന്ത് പറ്റിയടാ, നീ എന്താ ചിന്തിച്ച് കൂട്ടുന്നുണ്ടല്ലോ. അതൊന്നുമില്ല, എന്തായാലും താങ്ക്സ്. എന്നിട്ട് അവന് മനസ്സിൽ തന്നെ പറയുന്നുണ്ട്, ശരിയാണ്, എന്തൊക്കെ പറയാലും ആദ്യം ജോലി കഴിഞ്ഞ് ഇതൊക്കെയല്ലെന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും ആ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കയറുവാണ്. അപ്പോഴാണ് അവിടെ ഒരാളിരിക്കുന്നത് കാണുന്നത്. അവനാട്ടെ പേടിച്ച് വിറക്കുന്നുണ്ടായിരുന്നു. എന്താണെന്ന കാര്യം അവർ തിരക്കുന്നുണ്ട്. അപ്പോഴാണ് അവൻ ഇങ്ങനെ പറയുന്നത്, മോൺസ്റ്റേഴ്സ് അല്ല, അത് ഷാഡോസാണ്. അവർ താഴെ നിന്നാണ് വന്നത്. അവരെന്നോട് പറയുകയും ചെയ്തു, അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഞാൻ ഇവിടെ വന്ന് കീഴടങ്ങിയില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുന്നു തന്നെ റിഗ്രറ്റ് ചെയ്യുമെന്ന്. ഇത് പറയാൻ നിർത്തി അവൻ്റെ മുഖത്തുള്ള ആ പേടി നമുക്ക് നന്നായിട്ട് തന്നെ മനസ്സിലാകുന്നുണ്ട്. എന്നിട്ട് അവൻ കിടന്ന് കാറുന്നുണ്ട്, ഇൻവെസ്റ്റിഗേറ്റർ ഞാനാണ് അതെല്ലാം ചെയ്തത്, അതുകൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്തു, എന്നെ ജയിലിൽ കൊണ്ടുപോയിടും. ഇത് കേൾക്കാത്ത വൂവിന് അത്ര അങ്ങോട്ട് പിടിക്കത്തില്ല. നീ എന്താണ് ഈ പറയുന്നത്, ഷാഡോസാ? അതിനുവേണ്ടിയാണ് നീ ഇപ്പോൾ ഇവിടേക്ക് വന്നത്? അല്ല, ഞാനിത് ഇനി ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു. പുള്ളിക്കാരനെ ആലോചിക്കാൻ നേരത്താണ് ഒരു സീനിയർ ഓഫീസർ വന്ന് അവനോട് പറയുന്നത്, അകത്തേക്ക് വാ, മീറ്റിംഗ് റൂമിലേക്ക് വാ, നമുക്ക് കുറച്ച് റിപ്പോർട്ട് ചെയ്യാനുണ്ട്, അത് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ ജൂനിയേഴ്സ് നോക്കിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ നേരെ അകത്തേക്ക് പോകുന്നുണ്ട്. അകത്ത് വെച്ചാണ് ആ ഞെട്ടിക്കുന്ന കാര്യം കേൾക്കുന്നത്. എന്താണ് ഈ പറയുന്നത്, അവരെ വെറുതെ വിടണമെന്നാണോ? ഒന്ന് പതുക്കെ പറയടാ. അല്ല, അവരൊന്ന് കീഴടങ്ങിയാണല്ലോ, അതിനുള്ളിൽ തന്നെ നമ്മൾ എന്തിനാണ് അവരെ വെറുതെ വിടുന്നത്? ഞാൻ അവൻ്റെ വെറുതെ വിടണമെന്നല്ല പറയുന്നത്. അടുത്ത 24 മണിക്കൂർ അവർക്ക് എന്ത് സംഭവിക്കുമെന്ന് നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യണം. അല്ല, അവർ പറയുന്നതൊക്കെ നിങ്ങൾ വിശ്വസിച്ചോ? അവർ വല്ല ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഡ്രഗ്സ് ഒന്നുമില്ല. കാര്യം അവിടെ നിന്നുള്ള ടെസ്റ്റ് റിപ്പോർട്ടൊക്കെ വന്നിരുന്നു, അവർ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. എന്നിട്ട് അല്ല, അപ്പം ശരിക്കും എന്തായിരിക്കും സംഭവിച്ചിട്ടുള്ളത്? അത് തന്നെയാണ് എല്ലാവർക്കും അറിയേണ്ടത്. മുകളിൽ നിന്ന് എനിക്ക് റിപ്പോർട്ട് തന്നിട്ടുണ്ട്, അവർ വെറുതെ വിടാൻ. അവരെന്തിനാണ് ഇവിടേക്ക് വന്നതെന്ന് നന്നായിട്ട് തന്നെ അറിയണമെന്നാണ് അവർ പറയുന്നത്. ചുരുക്കം പറഞ്ഞാൽ അടുത്ത 24 മണിക്കൂർ നിങ്ങൾ അവരോട് കാണണം. അവർക്ക് എന്താണ് സംഭവിക്കണമെന്ന് നിങ്ങൾ നന്നായിട്ട് തന്നെ മനസ്സിലാക്കണം. എന്നിട്ട് ഈ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് എവിഡൻസ് ഉണ്ടാക്കണം. അല്ലാതെ അവർ ഈ പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കണമല്ലോ. അല്ല, ഞാനെങ്കിൽ ചോദിക്കട്ടെ, അവർക്കിനി എന്തെങ്കിലും പറ്റിയാലോ? എന്തെങ്കിലും പറ്റാനെന്ന് പറഞ്ഞുകൊണ്ട് അവർക്കന്ന് ചിരിക്കുന്നുണ്ട്. ആ മോൺസ്റ്റേഴ്സ് ഒന്ന് പിടിക്കുമെന്നാണ് നീ പറയുന്നത്? അല്ലവൂ, നീ പ്രേതത്തിനെ കൂട്ടത്തിനൊന്നും വിശ്വസിക്കുന്ന കൂട്ടത്തിലല്ലെന്നാണ് എൻ്റെ ഒരു വിചാരം. പക്ഷേ നീ എന്തായാലും വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ നീ പേടിക്കൊന്നും വേണ്ട, അവർക്കൊന്നും തന്നെ പറ്റാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരാളെ പിടിച്ച് മാറ്റിയിട്ടിട്ട് എന്ത് സംഭവിക്കാൻ നോക്കാം, അവരെന്ന് പറയുമെന്ന് നോക്കാം. എന്തായാലും 24 മണിക്കൂർ കഴിയാൻ നേരത്ത് അവർ പറയുന്ന പോലെ ഈ മോൺസ്റ്റേഴ്സ് അല്ല, ഈ ഷാഡോസ് വരുമെന്ന് നമുക്കൊന്ന് നോക്കാമല്ലോ. പക്ഷേ അതിനു മുമ്പ് നമുക്കൊരു വോളണ്ടിയറിനെ വേണം. ആര് കേസ് ഏറ്റെടുക്കും? സാർ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഇത് നോക്കിക്കോളാം. സാർ, കഷ്ടമുണ്ട്, എന്നെ പിടിച്ച് ജയിലിലിടാൻ നോക്കും. ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്നെ അവൻ വന്ന് കൊല്ലും. എനിക്ക് നല്ല പേടിയുണ്ട്, എന്നെ പിടിച്ച് ജയിലിട്. നീ നടങ്ങ്, ഞങ്ങളൊരു കാര്യം ചെക്ക് ചെയ്യാനായിട്ടാണ് നിന്നോട് കൊണ്ടുവന്നത്. നിനക്കൊന്നും തെറ്റാൻ പറ്റത്തില്ല. ഞാൻ പറയുവാണ്, അവർ ഉറപ്പായിട്ടും എന്നെ ഒന്ന് കൊന്നിരിക്കും. കഴിഞ്ഞ 24 മണിക്കൂറായിട്ട് നിനക്ക് വേണ്ടി ഞങ്ങൾ ഗാർഡ് ചെയ്തിരിക്കുകയാണ്. ഇനി എത്ര സമയമുണ്ട്? സാർ, ഇനി ഒരു 10 മിനിറ്റും കൂടെ കഴിഞ്ഞാൽ ഇവൻ പറഞ്ഞാൽ 24 മണിക്കൂർ അങ്ങനെ കഴിയും. പണ്ടാര, നല്ല തണുപ്പുണ്ടല്ലേ? ശരിയാണ്. അപ്പോൾ നമ്മുടെ വൂ പറയുന്നുണ്ട്, പക്ഷേ എന്താണെന്ന് അറിഞ്ഞൂടാ, എന്തൊരു പർട്ടിക്കുലർ റീസൺ കൊണ്ട് തന്നെ ഇവൻ്റെ ചുറ്റിനുള്ള ഈ ഒരു എയർ ഭയങ്കര ഡെൻസായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ 24 മണിക്കൂറുകൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ക്രിമിനൽ പറയുന്നുണ്ട്, ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. അല്ല, നീയല്ലേ പറഞ്ഞ നിന്നെ ആരണ്ടോ ഒന്ന് കൊല്ലുമെന്നാ തിന്നുമെന്നാ എന്തൊക്കെയായിരുന്നു? സാർ, അത് ഞാൻ സത്യം പറഞ്ഞതാണ്. ഞാനത് കണ്ടതാണ്, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞങ്ങൾ ആദ്യം 4 പേരുണ്ടായിരുന്നു. സത്യമാണ്. പെട്ടെന്നാണ് ആ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവൻ കിടന്ന് കാറുന്നുണ്ട് മാറാൻ. പക്ഷെ അടുത്ത സെക്കൻഡിൽ തന്നെ എന്തോ ഒന്ന് വന്ന് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനെ അടിച്ച് ദൂരത്തെ കൊണ്ടുപോയിട്ട് അവരുടെ ബോധം കളയുന്നുണ്ട്.
അടുത്ത സെക്കൻഡ് ആ ഒരു ക്രിമിനലിൻ്റെ കണ്ണിലൂടെ നമുക്ക് കുറച്ച് എന്തോന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, കുറച്ചധികം മോൺസ്റ്റേഴ്സ് ആയിരുന്നു. ഞെട്ടിത്തെറിച്ചു പോവും. അവർ 3 പേരുണ്ടായിരുന്നു. അടുത്ത സെക്കൻഡ് തന്നെ അവരെല്ലാവരും ആ ഒരു ക്രിമിനലിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അറ്റാക്ക് ചെയ്യുന്നു പറഞ്ഞ പോരാ, അവനെ വലിച്ച് കീറുന്നുണ്ട്. അവൻ്റെ ശരീരഭാഗങ്ങളെല്ലാം പല പല കഷ്ണങ്ങളായിട്ട് മുറിഞ്ഞു പോകും. എന്നിട്ട് ചോരയിൽ കുളിച്ച് ആ 3 മോൺസ്റ്റേഴ്സ് അവിടെ നിൽക്കുന്നുണ്ട്. പേടിച്ച് വിറച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാതെ നിൽക്കാൻ നേരത്ത് ആ 2 മോൺസ്റ്റേഴ്സ് അവൻ്റെ നേരെ പോകാൻ നേരത്താണ് ആ ഫ്രണ്ടിലുണ്ടായിരുന്ന ഒരുത്തൻ അത് വേണ്ടെന്ന് പറഞ്ഞ് തൻ്റെ കൈകൾ ഉയർത്തുന്നത്. എന്നിട്ട് വൂവിനെ നോക്കി അവൻ ചിരിക്കുന്നുണ്ട്. അവൻ ചിരിച്ച്, അല്ല ചിരിയൊക്കെ നിൽക്കട്ടെ, പക്ഷേ അത് കണ്ടിട്ട് എനിക്ക് സിമിലർ ആയിട്ട് തോന്നുന്നുണ്ട്. ഞാനത് കണ്ടിട്ട് എന്തോ ഗ്ലാഡായിട്ടിരിക്കുന്നത്. അതെന്താണ് സംഭവം? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നീയൊക്കെ എന്ത് കോപ്പാണ് ചെയ്തത്? വന്ന് കയറിയവൻ്റെ പൊടി പോലും ഇല്ല. നീയൊക്കെ ആണെങ്കിൽ ബോധം പോലും ഇല്ലാതെ കിടക്കുന്നു. വല്ല വിവരമുണ്ടോ? നിനക്ക് എന്താണ് പറയാനുള്ളത്? നീയല്ലേ ആംബുലൻസിലൊക്കെ വിളിച്ചത്? നിനക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? സാർ, ഐ ആം റിയലി സോറി, എനിക്കൊരു ഓർമ്മയില്ല. ഞാൻ ബോധം കെട്ട് അവിടെ കിടക്കുമായിരുന്നു. കണ്ണ് തുറന്നപ്പോൾ നോക്കാറുണ്ട് അവനുമില്ല. എൻ്റെ കൊളീഗ്സ് അവിടെ ബോധം കെട്ടിരിക്കുകയാണ്. പണ്ടാല, ഇനി മുകളിലേക്ക് ഞാൻ എന്ത് പറയുന്നൊരു പിടുത്തവും. ഇനി എന്തെങ്കിലും ഇതുപോലത്തെ ഒന്നും ചെയ്യാതിരിക്കാൻ നോക്ക്. ഇതുപോലത്തെ മണ്ടത്തരം നിങ്ങളും കാണിച്ചു കൂട്ടല്. വന്ന് കയറിയവനെ വെറുതെ വിട്ടിരിക്കുന്നു പണ്ടാരമൊക്കെ. എന്നാൽ നമ്മുടെ അത് വിട്ടില്ലായിരുന്നു. പുള്ളിക്കാരൻ്റെ പേഴ്സണൽ രീതിയിൽ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ഒരു കൊളീഗ് ഒന്ന് പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ ഈ നമ്മളിവിടെ മാത്രമല്ല എല്ലാ സ്റ്റേഷനിലും ഈ ക്രിമിനൽസ് വന്ന് കയറുന്നുണ്ട്. അല്ല, അതിനെന്തെങ്കിലും എന്താണെന്നറിയാമല്ലോ, കഴിഞ്ഞ ഫെബ്രുവരി മുതൽ മാർച്ച് വരെയാണ് ഈ ക്രിമിനൽസ് വന്ന് കയറാൻ തുടങ്ങിയിട്ടുള്ളത്. അതെന്താ നിനക്ക് അങ്ങനെ തോന്നി? വേറൊന്നും കൊണ്ടല്ല, എൻ്റെ ആനി ഒരു റെൻ്റൽ ഷോപ്പ് തുടങ്ങുന്നുണ്ട്. അപ്പം അവിടെ ഏറ്റവും കൂടുതൽ കച്ചവടം വരുന്നത് ഈ സ്കൂൾ ടൈമിലൊക്കെയാണ്. സോ ഈ ഫെബ്രുവരി മുതലാണ്, ഈ മാർച്ച് മുതലാണ് അവിടെ ഏറ്റവും കൂടുതൽ കച്ചവടങ്ങൾ തന്നെ, ഏറ്റവും കൂടുതൽ സ്കൂൾ കുട്ടികളൊക്കെ വന്നത്. ഈ ഒരു ടൈമിലാണല്ലോ ഇതെല്ലാം വന്നിട്ടുള്ളത്. സോ ഇതിനെപ്പറ്റി എന്തെങ്കിലും അപ്പോൾ ആലോചിക്കുന്നുണ്ട്. എന്തായാലും നീ ഇത് പറഞ്ഞത് നന്നായി. നമുക്ക് സ്കൂൾ വഴി കൂടെ ഒന്ന് ചിന്തിച്ച് നോക്കാം. അടുത്ത സെക്കൻഡ് കുറച്ച് സ്കൂൾ പിള്ളേരെ കാണിക്കുന്നത്. അവിടേക്ക് ആരൊരാൾ നടന്നു വരുന്നുണ്ടായിരുന്നു. അത് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ. അത് മറ്റാരുമില്ല, നമ്മുടെ ജിനുവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഓഫീസ് റൂമാണ്. അവിടെ പ്രിൻസിപ്പൽ പറയുന്നുണ്ട്, ഒരു പ്രശ്നക്കാരനായ ഒരു പയ്യൻ ഇന്നിവിടേക്ക് വരുന്നുണ്ട്. പ്രശ്നക്കാരനോ? അതെന്ത് പറ്റി? അവൻ്റെ അച്ഛനൊരു ഫയർ സ്റ്റേഷനാണ്, അവൻ്റെ അമ്മ ഒരു നോർമൽ ഹൗസ് വൈഫാണ്. പിന്നെ എന്താണ് പ്രശ്നം? നീ അത് ശ്രദ്ധിച്ച് വായിച്ചു നോക്ക്. അവൻ എന്തിനാണ് കഴിഞ്ഞ വട്ടം എക്സ്പെൽ ചെയ്തതെന്ന് ഒന്ന് നന്നായിട്ട് വായിച്ചു നോക്കിയേ. സോ നീ എന്ത് പറയുന്നത്? അവനെ നിനക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുമോ? സാർ, എന്താണ് ഈ പറയുന്നത്? എൻ്റെ പേര് തന്നെ വൈപ്പർ എന്നാണ്. അവനെ ഞാൻ ഉറപ്പായിട്ടും അനുസരണ പഠിപ്പിച്ചിരിക്കും. പിന്നെ കാണിക്കുന്നത് ഒരു സ്കൂൾ അസംബ്ലിയാണ്. അവിടെ ആയിട്ട് ഈ വൈപ്പർ എന്ന് പറയുന്ന പുള്ളിക്കാരൻ എല്ലാവരുടെ ഇടയിലൂടെ നടക്കുവാണ്. കാര്യം പുള്ളിക്കാരൻ എല്ലാവരുടെ യൂണിഫോം പക്കിയാണ്, സ്കൂൾ കോഡിലാണോ വന്നതെന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ജിന്നുവിനെ പുള്ളിക്കാരൻ ശ്രദ്ധിക്കുന്നത്. പെട്ടെന്ന് തന്നെ ജിന്നുവിൻ്റെ അടുത്തായിട്ട് അവൻ പോകുന്നുണ്ട്. കാര്യം ജിന്നു തൻ്റെ കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്. അവൻ ചെന്ന് ജിന്നു എന്ന് വിളിക്കാൻ നേരത്ത് പുള്ളിക്കാരൻ നൈസ് ഒന്ന് തിരിഞ്ഞു നോക്കൂ. ആ ഒരു തിരിഞ്ഞ് നോട്ടം ഒട്ടും നിസ്സാരമല്ലായിരുന്നു. ഒട്ടും എന്ന് പറഞ്ഞാൽ ഒട്ടും. പെട്ടെന്ന് തന്നെ അവൻ തിരിഞ്ഞു പോകുന്നുണ്ട്. ഞാൻ 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 എന്തെങ്കിലും കണ്ടോ? പെട്ടെന്ന് ബില്യൺ ആ ഒരു കാര്യം പറയുന്നുണ്ട്. മൈലി, അവന് നിങ്ങളെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇതും ഞാൻ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്ന ഒരു പ്രശ്നമാണല്ലേ. പിന്നെ കാണിക്കുന്നത് ഒരു ക്ലാസ് റൂമാണ്. ആ ക്ലാസ് റൂമിൽ നിന്ന് ജിനു പഠിച്ചുകൊണ്ടിരിക്കുന്ന നേരത്താണ് ഒരു പയ്യൻ അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നത്, നീ ജിനു അല്ലേ? അതെ. ഞാൻ യോങ് ജിൽ. ഞാൻ നിൻ്റെ കൂടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് പഠിച്ചിരുന്നു. ഞാൻ നിന്നെ വീടിൻ്റെ അടുത്തായിരുന്നു. റീസെൻ്റ്ലിയാണ് ഞാൻ ഇവിടേക്ക് മാറിയത്. പക്ഷെ പെട്ടെന്നായിരുന്നു കുറച്ചധികം പേര് വന്ന് ജിനുവിൻ്റെ വട്ടം കൂടി നിൽക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്താടാ സ്കൂൾ കോഡില്ലാതെ നിൻ്റെ കയ്യിൽ ഈ സാമാനൊക്കെ ഇടണമെന്ന് പറഞ്ഞിട്ട് ജിന്നുവിനെ അവർ ബുള്ളി ചെയ്യാൻ നോക്കുവാണ്. പെട്ടെന്ന് നമ്മുടെ ബെറു പറയുന്നുണ്ട്, മൈലീഗ് ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഒരു വാക്ക് പറഞ്ഞാൽ ഈ നായകളൊക്കെ ഞാൻ വലിച്ചിക്കുക. ഇവിടെ ഒന്നും മിണ്ടാതിരിക്കുക. ഞാൻ ഒരിക്കലും അത് ആലോചിച്ചില്ലെന്ന് നിനക്കറിയാമല്ല. പക്ഷേ അങ്ങനെ ജിന്നു തൻ്റെ കയ്യിലുള്ള ആ ഒരു ഗ്ലൗസ് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത് കാണുന്നത് തന്നെ എല്ലാവരും പെട്ടെന്ന് ഞെട്ടിപ്പോവും. കാര്യം എൻ്റെ കൈ മുഴുവൻ ആകെപാട് വികൃതമായിട്ടിരിക്കുകയാണ്. സംഭവം വേറൊന്നുമില്ല, ഇത് നമ്മുടെ ഡ്രാഗൺ കിങ് ആയിട്ട് കഴിഞ്ഞോട്ടം ഫൈറ്റ് ചെയ്തപ്പോൾ കിട്ടിയൊരു വൂണ്ടാണ്. ഇത് മാത്രം ജിനുവിൻ്റെ ഹീലായിട്ടില്ല. ഇത് കണ്ടത് അത് ഡിസ്കസിങ് എന്നൊക്കെ പറഞ്ഞിട്ട് അവന്മാരെ നേരെ പുറത്തേക്ക് പോകാൻ നിർത്തി ജിന്നു പുള്ളിക്കൻ്റെ റൂളേഴ്സ് അതോറിറ്റി യൂസ് ചെയ്ത് അവന്മാരെ എല്ലാവരും നേരെ താഴത്തേക്ക് ഇടുന്നുണ്ട്. അപ്പം നമ്മുടെ വേറെ ചോദിക്കുന്നുണ്ട്, മൈക്കി പേടിക്കണ്ട, അത് ചുമ്മാ തമാശക്ക് ചെയ്തതാണ്. എന്നിട്ട് നേരത്തെ കണ്ട ഒരു കൊച്ചുമായിട്ട് അവൻ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുവാണ്. നീ ശരിക്കും വർക്കൗട്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നില്ലേ? കാര്യം നീ നന്നായിട്ട് തന്നെ മാറിപ്പോയി. ശരിയാണ്, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. സോ നീ അത്ലറ്റിക് ക്ലബ്ബിൽ പോലും ചേരാൻ പോകണോ? ക്ലബ്ബല്ലേ? അതെ, എനിക്കൊരു ക്ലബ്ബിൽ ചേരണമെന്നുണ്ട്. അത് മറ്റൊന്നും അല്ലായിരുന്നു, റണ്ണിങ് ക്ലബ്ബായിരുന്നു. അല്ല, നിങ്ങൾക്ക് 2 പേർക്കും ചേരണോ? എനിക്ക് മാത്രം മതി. അപ്പോൾ പുതിയ ആൾക്കാർക്ക് ചേരണമല്ലേ? നീ ഏതെങ്കിലും സ്പോർട്സിലുണ്ടായിരുന്നോ? എന്തെങ്കിലും ടാലൻ്റ് ഉണ്ടോ? ഇല്ല. സോ നീ ഇതിനു മുമ്പ് എവിടെയെങ്കിലും ട്രെയിൻ ചെയ്തിട്ടുണ്ടോ? അതും ഇല്ല. ഒരു സ്ഥലത്തും ചെയ്യാതെ നീ നേരെ ഇങ്ങോട്ട് വന്ന് കയറാൻ പോവുകയാണോ?
സത്യം പറഞ്ഞാൽ എനിക്കൊരാളെ കാണണമെന്നുണ്ട്. അതിന് കാണുന്നുണ്ടെങ്കിൽ ഈ കോമ്പറ്റീഷൻ ജയിച്ച് ഞാൻ മുകളിലേക്ക് ചെല്ലണം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഈ കാര്യമൊക്കെ അവൻ മനസ്സിലാണ് പറഞ്ഞത്. പെട്ടെന്ന് അവിടെ ഉണ്ടായ നേരത്തെ നമ്മുടെ ജിനുവിൻ്റെ നേരെ കയറുന്നുണ്ട്. നീ കോമ്പറ്റീഷന് വേണ്ടിയാണ് ഇവിടേക്ക് വന്നതെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ ഒരു ടീം ലീഡർ പറയുന്നുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു കണ്ടീഷനുണ്ട്. ദേ ആ നിൽക്കണ പയ്യനെ കണ്ടോ, അവൻ എന്ന് പറയുന്നത് ഒട്ടും നിസ്സാരമല്ല. നിനക്ക് അവനെ ബീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, നിനക്ക് അവനെ തോൽപ്പിക്കാൻ പറ്റുമെങ്കിൽ നിനക്ക് ഉറപ്പായിട്ടും എൻ്റെ കൂടെ ചേരാം. സാർ ഇപ്പോൾ എങ്ങനെയുണ്ട് സാർ, ഓക്കെ ആണോ? ആ ഓക്കെ ആണെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും സ്മോക്ക് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ റെസ്റ്റ് റൂമിൽ പോയിരുന്നത് സ്മോക്ക് ചെയ്യുകയാണ്. അപ്പോൾ പുള്ളിക്കാരൻ കാണുന്നുണ്ട് നമ്മുടെ ജിനു ആ ട്രാക്കിൽ കിടന്ന് ഓടുന്നത്. ബാക്കിയുള്ളവർ നോക്കാൻ നേരത്ത് അവൻ പറയുന്നുണ്ട്. സോ അവൻ നല്ല സ്ട്രെങ്ത് ഉള്ളൊരു കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. അവൻ്റെ പേര് ജിനു എന്നങ്ങാണ്. കറൻലി അവനിപ്പോൾ നല്ല സ്റ്റാമിന ഉണ്ട്. കാര്യം അവൻ 20 ലാപ്പ് കഴിഞ്ഞിരിക്കുന്നു. എന്ത് 20 ലാപ്പോ? ഓ, അപ്പോൾ ഞാൻ ഇവനെപ്പറ്റി എന്തെങ്കിലും വേണ്ടാത്തത് ചിന്തിച്ച് കൂട്ടിയോ? പക്ഷെ പെട്ടെന്നായിരുന്നു അവൻ്റെ വാലുണ്ടെന്ന ഒരു സിഗരറ്റ് താഴത്തേക്ക് പോകുന്നത്. കാര്യം അവൻ എന്തോ കൊണ്ട് പേടിച്ച് വിറച്ചു പോയി. കാര്യം ജിൻവു ഓടുന്നതിൻ്റെ കൂട്ടത്തിൽ ജിൻവുവിൻ്റെ പുറകെ എന്തോ ഒന്ന് പോകുന്നുണ്ട്. അവൻ പേടിച്ച് വിറക്കുന്നുണ്ട്. ഇത് ഇത് ഇല്യൂഷൻ വല്ലതാണോ, അത് ഞാനിത് കാണുന്നൊന്ന് പറയുന്നത്. അടുത്ത സെക്കൻഡ് ബെറു ആ ഒരു സാറിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഒരു കാർ അങ്ങോട്ട് കാറും. ഇത് കണ്ടതും പേടിച്ച് വിറച്ച് അവൻ്റെ ബോധം പോയി ഒന്നേരെ താഴത്തേക്ക് വീഴുന്നുണ്ട്. നിന്നോട് ഞാൻ പറഞ്ഞത് ചെയ്യില്ലെന്ന്. അപ്പോൾ നമ്മുടെ ബെറു കിടന്ന് ചിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ മനുഷ്യനെ അപ്പോൾ നമ്മളെ ശരിക്കും കാണാൻ സാധിക്കണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇഗ്രുസിനും ബെറുവിനെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്.